ഹായ് ഓൾ, ഞാൻ അനുദീപ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 10th ലെവൽ മെയിൻസ് എക്സാം ഉടനെ നടക്കാൻ പോവുകയാണ് അല്ലേ. സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് OA. അപ്പൊ ഈ പരീക്ഷകൾക്കൊക്കെ ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ഉപയോഗിച്ച് തയ്യാറെടുക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. കാര്യം നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും പണ്ഡിതന്മാരാവാൻ വേണ്ടിയിട്ടല്ല, ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ബ്യൂറോക്രാറ്റിക് മൈൻഡ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ പല സ്മാർട്ട് വർക്കും ചെയ്യാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഇനിയുള്ള സമയം പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ വിജയത്തിന്റെ മന്ത്രം ഞാൻ പല വീഡിയോസിലായി പറയുന്നൊരു കാര്യമാണ്. ആ മന്ത്രം KK+AP എന്നുള്ളതാണ്. എന്താണ് KK? കറക്കി കുത്താൻ പഠിക്കണം അല്ലെ. നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും കറക്കി കുത്തി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഗസ് വർക്ക് നടത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ശ്രമിക്കണം. അതിനോടൊപ്പം ആഴത്തിലുള്ള പഠനം വേണം. സിലബസിലെ ഓരോ കാര്യങ്ങളും വിശാലമായി പഠിക്കണം. ഇപ്പൊ ഞങ്ങളുടെ 10th +2 ലെവൽ ബാച്ചസ് എന്ന് പറയുമ്പോൾ സിവിൽ സർവീസസിന്റെ ഫാക്കൽറ്റീസും കേരള PSCയിലെ എക്സ്പേർട്സും ചേർന്നാണ് ക്ലാസ് എടുക്കുന്നത്. അത്രത്തോളം ആഴത്തിലുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. അതിനോടൊപ്പം കറക്കി കുത്താനുള്ള തീവ്രമായ പരിശീലനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെയാണ് സ്മാർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസ്. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുക. അടുത്ത കാലത്ത് PSCയിൽ വന്ന 10th ലെവലിൽ തന്നെ വന്നൊരു ചോദ്യമാണ്. ചോദ്യം എന്താണ്? ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം എത്ര എന്നാണ് ചോദ്യം. ഉരുളക്കിഴങ്ങിന്റെയോ കുരുമുളകിന്റെയോ ഒന്നും കാണാതെ പഠിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. പക്ഷെ എക്സാം ഹാളിൽ ടെൻഷൻ കൂടി നമ്മൾ ഈ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പേടിച്ച് സ്കിപ്പ് ചെയ്യും. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. pH വാല്യൂ 7 എന്ന് പറയുമ്പോൾ ഏകദേശം ന്യൂട്രൽ ആണ്. 7 കൂടുതലാണെങ്കിൽ ബേസിക് ആണ്, 7 കുറവാണെങ്കിൽ അസിഡിക് ആണ്. അത്രയും എല്ലാവർക്കും അറിയാം. ഇവിടെ pH 1, 3 ഒക്കെ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ട്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച ആസിഡ് പോലും ഇരിക്കും അല്ലെ. സൾഫ്യൂരിക് ആസിഡ് പോലും 2.75 എന്തുള്ളൂ pH മൂല്യം. അപ്പൊ അതിനേക്കാൾ അസിഡിക് ആയ ഒരു സോയിലിൽ പുല്ലുപോലും മുളയ്ക്കത്തില്ല. നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുക. 3 എന്തായാലും വരുന്നത് എക്സ്ട്രീംലി അസിഡിക് ആയ ഒരു മണ്ണിൽ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് പോട്ടെ വേറെ ഏതെങ്കിലും ഒരു പുല്ലുപോലും മുളയ്ക്കും? അവിടെ നിന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ 7 വരുമോ? 7 എന്ന് വെച്ചാൽ ന്യൂട്രൽ ആയിട്ടുള്ള സോയിലാണ്. കറക്റ്റ് ന്യൂട്രൽ pH ഉള്ള സോയിൽ തന്നെ അത് എവിടൊക്കെയാ കാണാൻ സാധ്യത എന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ലെങ്കിൽ തന്നെ ന്യൂട്രൽ pHല് ഇതിന്റെ സയൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ജനറലി നമ്മൾ പറയുന്നത് 5 to 7 ഈ ഒരു റേഞ്ചിലാണ് മിക്കവാറും ഉള്ള സസ്യങ്ങൾക്കൊക്കെ വളരെ കൃഷി ആവശ്യത്തിനുള്ള സസ്യങ്ങൾക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം. അത് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഉരുളക്കിഴങ്ങിന് കറക്റ്റ് ന്യൂട്രൽ pHൽ തന്നെ ഉള്ള സോയിൽ വേണ്ടി വരുമോ? അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ ആലോചിച്ച് നോക്കുക. എന്റെ കൂടെ നിന്നേ. അപ്പം 1ഉം Aയും Bയും എന്തായാലും വരത്തില്ലെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് CO/DO ആയിരിക്കും ആൻസർ വരിക. C എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആയിട്ടുള്ള സോയിലാണ്. C എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി കുറച്ച് അസിഡിക് നേച്ചർ ഉള്ള സോയിലാണ്. അപ്പോൾ ഒരു സസ്യത്തിന് വളരാൻ ഈ കൂട്ടത്തിൽ ഏത് സോയിലായിരിക്കും ഏറ്റവും അനുയോജ്യം ഉണ്ടാവുക? യെസ്, C. കുറച്ച് അസിഡിക് ആയിരിക്കണം അല്ലെ. എന്നാൽ മാത്രമേ കൃത്യമായ ന്യൂട്രിയൻസ് ഒക്കെ പ്ലാന്റ്സിന് കിട്ടത്തുള്ളൂ. പച്ചവെള്ളം പോലെ ന്യൂട്രൽ ആയ pH 7 ഉള്ള ഒരു സോയിലിനേക്കാളും ഉരുളക്കിഴങ്ങിന് ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ് സ്പെസിഫിക് ആയിട്ട് വരിക. അപ്പൊ ഇനിയാണെങ്കിലും പരീക്ഷയ്ക്ക് ഈ ഒരു രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീംലി അസിഡിക് ഉള്ള ഓപ്ഷൻസ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്നത് കോമൺ സെൻസ് ആണ്. ഒരു ബ്യൂറോക്രാറ്റിക് മൈൻഡിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഈ കറക്കി കുത്തുന്നൊക്കെ വാക്കിയൊക്കെ പലർക്കും അലർജിയാണ്. കാര്യം അവർക്കൊരു ബ്യൂറോക്രാറ്റിക് ചിന്താഗതി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. പക്ഷെ പുതിയ പാറ്റേണിൽ പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഒരു ഉദ്യോഗസ്ഥന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ ചിന്താഗതിയിൽ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യണം. ഇതൊരു പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. അപ്പൊ ഇതിന് ഉത്തരം നമുക്ക് C എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര സമയം ലാഭിക്കാൻ പറ്റുന്ന പറയാം. ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആവും, സ്ട്രെസ് മാനേജ്മെന്റ് പ്രോപ്പർ ആവും. അപ്പൊ ഈ രീതിയിൽ സയന്റിഫിക് ആയിട്ട് തന്നെ നിങ്ങൾ ഇനിയുള്ള പരീക്ഷകൾക്ക് അപ്രോച്ച് ചെയ്യണം. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചസും ഈ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിലബസ് വിശാലമായി തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഇപ്പോ 30 ദിവസത്തെ സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ ഇനി വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആഴത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതിനോടൊപ്പം എന്ത് കിട്ടും? സ്മാർട്ട് വർക്ക് ചെയ്യാനും സ്ട്രെസ് മാനേജ്മെന്റിനും ടൈം മാനേജ്മെന്റിനും ഒക്കെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു നമ്പർ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഡെമോ ക്ലാസ്സും കിട്ടും. ബാച്ചിന്റെ ഫീസ് മാത്രമാണ് കുറവായിട്ടുള്ളത്. ബാച്ചിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. ഓക്കെ, സോ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യം എന്താണ്? ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം. ഇവിടെയാണ് നമ്മൾ പറയുന്ന ആഴത്തിലുള്ള പഠനം നമ്മൾ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് അല്ലെ.
ഇത് പ്രകാരം റേഷൻ കാർഡ് ഉടമയാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ഏത്? 18ാമത്തെ വയസ്സിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുമെങ്കിൽ റേഷൻ കാർഡിനുള്ള അവകാശം കിട്ടണം. അതാണ് ലോജിക്ക്. അപ്പൊ കോമൺ സെൻസ് 18 നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ സിവിൽ സർവീസസ് പരീക്ഷകളിൽ പല പ്രാവശ്യം ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഉത്തർപ്രദേശ് PSCയിലെ സ്ഥിരം തീയമാണത് അല്ലെ. ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്നാണ് അവിടെ വിളിക്കുന്നത്, FSA 2013. ഇതിൽ ഒരു ഹൈലൈറ്റ് നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്തു. അതായത് 18 ഇപ്പൊ ഒരു കുടുംബം, ആ കുടുംബത്തിന് ഭദ്രതാ നിയമത്തിന് അണ്ടർ റേഷൻ കാർഡ് കിട്ടുമ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ഏറ്റവും പ്രായം കൂടിയ സ്ത്രീയുടെ പേരിലായിരിക്കും ആ വീട്ടിൽ റേഷൻ കാർഡ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരുന്നോളൂ. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ SCERT NCERT ഒക്കെ ഉള്ള ടോപ്പിക് തന്നെയാണ്. എന്നാലും ഞാൻ പറയുന്നതാണ്. കുറച്ചും കൂടെ ഒന്ന് ആഴത്തിൽ ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിലെ PSC ചോദ്യപേപ്പർ റെഫർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സിവിൽ സർവീസിന്റെ ചോദ്യപേപ്പർ റെഫർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി എഫിക്കസി ഒക്കെ വളരെയധികം കൂടും എന്ന് നിങ്ങൾ ഓർത്തിരിക്കാം. അതിന് ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഒരു സംഭവം വരുമോ വരില്ലയോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന്റെ നേരെ വിപരീതം, ആന്റിതീസിസ് എന്ന് പറയില്ലേ, വിപരീതമായിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഉദാഹരണത്തിന് ശാരീരിക പീഡനം ഗാർഹിക പീഡനത്തിന്റെ ഡെഫിനേഷനിൽ വരുമോ? അപ്പം അതിന്റെ ആന്റിതീസിസ് എന്താ? ശാരീരിക പീഡനം ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സ് വിഷ്വലൈസ് ചെയ്തേ. അതിന് എന്തോ ഒരു പ്രശ്നമില്ലേ? ഗാർഹിക പീഡനത്തിനകത്ത് ശാരീരിക പീഡനം വരുമല്ലോ. അപ്പൊ അത് തെറ്റാണ്. അത് തെറ്റാണെങ്കിൽ ഇത് ശരിയാവണം. മനസ്സിലായി? ഇത് കുറച്ച് കട്ടിയാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാം. എന്നാലും ഇത് മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങളുടെ കയ്യിലിരിക്കും. വൈകാരിക പീഡനം, അതായത് വീട്ടിനകത്തിട്ട് മാനസികമായിട്ട് വൈകാരികമായിട്ട് അത് ഭീകരമായി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ, അത് ശരീരത്തിൽ തൊടുന്നില്ല, പക്ഷെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യണം. അങ്ങനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇതിന് അണ്ടറിൽ വരില്ലേ? വരേണ്ടതാണല്ലോ. സാമ്പത്തിക പീഡനം, ഇതൊക്കെ വൈകാരിക പീഡനത്തിലേക്ക് ശാരീരിക പീഡനത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളല്ലേ. അപ്പൊ ഇതും എന്തായാലും ഈ പറയുന്ന പോലെ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരേണ്ടത് തന്നെയാണ്. ലൈംഗിക പീഡനവും ഒരുപക്ഷെ നിങ്ങൾ ഈ സിലബസ് പഠിച്ചിട്ടില്ലെന്ന് കേട്ടെ, നിങ്ങൾ ഒന്ന് മനസ്സിൽ ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ലൈംഗിക പീഡനം ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോഴേ അതിൽ എന്തോ ഒരു പ്രശ്നമില്ലേ? തെറ്റാണ് നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും. അത് തെറ്റാണെങ്കിൽ ഇത് ശരിയാവണം. അപ്പോൾ ഇതിന് ഉത്തരം ഒന്നുമില്ല. എല്ലാം ഈ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. ഈ രീതിയിൽ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്ത് പഠിക്കാൻ സാധിക്കണം. അപ്പൊ സ്മാർട്ട് വർക്കിന് ഇമ്പോർട്ടൻസ് ഇതാണ്. നമുക്ക് 100% സിലബസ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് പോകാനൊന്നും ആരെ കൊണ്ടും ഒക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരല്ല റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നത്. ഇത്തരത്തിൽ സ്മാർട്ട് വർക്കും കൂടി ചെയ്യണം. നമ്മൾ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. അതിന് ആഴത്തിൽ പഠിക്കണം എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ എത്ര പഠിച്ചാലും നമുക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിമിതി ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത, സീത വട്ടം ഇട്ട് വയ്ക്കണം. നൽകുന്നതാണോ നൽകാത്തതാണോ അതൊന്ന് വട്ടം ഇട്ട് വയ്ക്കണം. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്ന് കണ്ടെത്തുക. ജലസംരക്ഷണം, ശുചിത്വം, വനവൽക്കരണം, കൃഷി. ഞാൻ ഈ പറയുന്ന ലോജിക്ക് നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കണം. ഈ കൃഷിയും വനവൽക്കരണവും പലപ്പോഴും നമുക്ക് മ്യൂച്വലി കോൺട്രഡിക്റ്റിംഗ് ആണ്. അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. കൃഷി പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വനങ്ങൾ വെട്ടിത്തെളിച്ച് അവിടെ കൃഷിഭൂമിയാക്കി വരണം. അപ്പൊ ഈ മിക്കവാറും എല്ലാ സാഹചര്യത്തിലും ഇങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവേ നമ്മൾ പറയുന്നത് വനവൽക്കരണം അല്ലെങ്കിൽ വനസംരക്ഷണവും കൃഷിയും കുറച്ച് പരസ്പരം എന്താ പറയുക ഉടക്കമുള്ള സംഭവമാണ്. കൃഷി പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ വനങ്ങൾ വെട്ടിത്തെളിക്കുന്നത്, വനം സംരക്ഷിക്കണമെങ്കിൽ കൃഷി ഉറക്കേണ്ടി വരും. നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എങ്ങനെ കാട് കത്തിക്കും. ആ കത്തിച്ച കാട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സമ്പുഷ്ടമാവും. അവിടെയാണ് പിന്നെ കൃഷി ഇറക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അപ്പൊ ഹരിത കേരള മിഷൻ നമുക്കറിയാം അതിന്റെ കോണ്ടെക്സ്റ്റിൽ. അപ്പം നിങ്ങൾ എക്സാമ്പിൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഇതിന്റെ ആൻസർ C ആണ്. വനവൽക്കരണത്തിനകത്ത് വരത്തില്ല. കൃഷി പ്രൊമോട്ട് ചെയ്യാനാണ് ഹരിത കേരള മിഷൻ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാ? കൃഷിയുമായി ബന്ധപ്പെട്ടതല്ലേ, വനവൽക്കരണവുമായി ബന്ധപ്പെട്ടതല്ലല്ലോ. പക്ഷെ അതിന്റെ കൂടി ഒരു അനാലിസിസ്, വിശകലനാത്മകമായി ചോദ്യങ്ങൾ അപ്രോച്ച് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരം എന്തൊരു നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷൻ നേതൃത്വം നൽകിയതാര്? എല്ലാവർക്കും അമേരിക്കൻ ഭരണഘടന എഴുതിയതാരാണ്? അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാന്നറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആരാ? BR അംബേദ്കർ ആണ്. അതേ വ്യക്തി തന്നെയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ല ഭരണഘടനാ കൺവെൻഷൻ നേതൃത്വം കൊടുത്തിരുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. അപ്പാടെ കറക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നിങ്ങൾ ലോജിക്കലി ചിന്തിക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത് അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ അതിന്റെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം.
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാനൊക്കെ മറ്റു വ്യക്തികളാണ്, നമുക്ക് അറിയാം. അപ്പൊ അതിലേക്കല്ല നമ്മൾ പോകുന്നത്, ഇതിലേക്കാണ് പോകുന്നത്. അപ്പൊ അമേരിക്കൻ ഭരണഘടന എഴുതാരാ, അതായിരിക്കില്ല ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെ ഒരു പക്ഷെ നിങ്ങൾ ഡയറക്റ്റ്ലി പഠിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു ഡേറ്റ വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. സോ നമ്മുടെ കോഴ്സിനെ പറ്റി അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.